കോൺഗ്രസിൻ്റെ ഏറ്റവും കരുത്താർന്ന മുഖമാണ് കെ മുരളീധരൻ. പാർട്ടിയുടെ പല മോശ സമയങ്ങളിലും പാർട്ടി പരാജയപ്പെട്ടു പോകും എന്ന് തോന്നുന്ന പല മണ്ഡലങ്ങളിലും ശക്തി കേന്ദ്രമായി അല്ലെങ്കിൽ ഒരു ശക്തി ആയുധമായി ഉപയോഗിച്ചിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് കെ മുരളീധരൻ. രാഷ്ട്രീയ കേരളത്തിൽ KPCCയുടെ അധ്യക്ഷ പദവിയിൽ ഇരുന്നു കൊണ്ട് കോൺഗ്രസിനെ ഒരു വേറിട്ട മുഖത്തിലൂടെ നയിച്ച പ്രധാന നേതാവാണ് കെ മുരളീധരൻ. എന്നാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി കെ മുരളീധരനെ പല മണ്ഡലങ്ങളിലും ഒരു ചാവേറ് പോലെ ഉപയോഗപ്പെടുത്തുന്നു എന്ന ഒരു വലിയ ആരോപണം പാർട്ടിക്കുള്ളിൽ കെ മുരളീധരനോടൊപ്പം നിൽക്കുന്ന അണികളിൽ നിന്ന് ഉയരുന്നുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ന് വടകരയിൽ ഷാഫി പറമ്പലിന് ലഭിച്ചതുപോലെ ഒരു വലിയ സ്വീകാര്യതയായിരുന്നു അന്ന് കെ മുരളീധരന് ലഭിച്ചിരുന്നത്. വടകര റെയിൽവേ സ്റ്റേഷനിലേക്ക് അദ്ദേഹം വന്നിറങ്ങുമ്പോൾ ജനസാഗരങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കുമ്പോൾ വിജയപ്രതീക്ഷയുടെ ഒരു വലിയ മാനം കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണെന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം കാഴ്ചവെച്ച കെ മുരളീധരനെ 2021 നേമത്ത് ഒരു ശക്തി പോരാട്ടത്തിന് വേണ്ടി കളത്തിലിറക്കുന്നു. അന്ന് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ശിവൻകുട്ടി, BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് BJPയിലെ ഏറ്റവും ശക്തനായ കുമ്മനം രാജശേഖരൻ. 2021 കാലയളവുകളിൽ BJP ശക്തമായി തിരുവനന്തപുരം ജില്ലയിൽ ശക്തി ആർജിച്ചു വരുന്ന സമയത്താണ് നേമത്തേക്ക് വടകര MP ആയിരുന്ന കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കുന്നത്. പാർട്ടിയുടെ തീരുമാനം ശിരസാ വഹിച്ചുകൊണ്ട് അദ്ദേഹം നേമത്ത് സ്ഥാനാർത്ഥിയാകുന്നു. ശക്തമായ പോരാട്ടം കുമ്മനം രാജശേഖരനും കെ മുരളീധരനും തമ്മിൽ നടന്നപ്പോൾ വോട്ടുകൾ കൃത്യമായി കോൺഗ്രസിൻ്റെ വോട്ടുകൾ കൃത്യമായി കെ മുരളീധരൻ പിടിച്ചു മാറ്റിയപ്പോൾ ആ ഇടയിലൂടെ ശിവൻകുട്ടി സുരക്ഷിതമായി വിജയിച്ചു വരുന്നു. ആ സമയങ്ങളിൽ ഇടതുപക്ഷ നേതാക്കന്മാരിൽ പലരും അറിഞ്ഞോ അറിയാതെയോ കെ മുരളീധരന് നന്ദിയും പറഞ്ഞിട്ടുണ്ടാകണം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും UDF കാട്ടിയത് അത്തരത്തിൽ ഒരു ചാവേർ ആക്രമണം തന്നെയായിരുന്നു. ചാവേറായി ഉപയോഗിച്ചത് കെ മുരളീധരനെയാണെന്നും പറയാം. അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ വിജയിച്ച കെ മുരളീധരനെ തന്നെ വീണ്ടും അവിടെ മത്സരിപ്പിക്കണമെന്ന് കനകോലുവിൻ്റെ അടക്കമുള്ള റിപ്പോർട്ടുകൾ വന്ന സാഹചര്യത്തിലും ഒരു പൊളിറ്റിക്കൽ സ്ട്രൈക്കിൻ്റെ ഭാഗമായി കോൺഗ്രസിലെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിക്ക് വടകരയിൽ സീറ്റ് നൽകണമെന്ന കോൺഗ്രസിൻ്റെ തീരുമാനത്തിൻ്റെ പുറത്ത് പാലക്കാട്ടെ MLA ആയ ഷാഫി പറമ്പലിനെ വടകരയിൽ ഇറക്കുമ്പോൾ വടകരയിലെ കെ മുരളീധരനെ തൃശ്ശൂരിൽ മത്സരിപ്പിക്കാമെന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കെ മുരളീധരൻ്റെയും കെ കരുണാകരൻ്റെയും തട്ടകമാണ് എന്ന ബോധ്യത്തിൻ്റെ പുറത്തു തന്നെയാണ്. ശക്തമായ ത്രികോണ മത്സരമാണ് പിന്നീട് അങ്ങോട്ട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം കണ്ടത്. BJP സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി സുനിൽകുമാറും UDF സ്ഥാനാർത്ഥിയായി കെ മുരളീധരനും. കെ മുരളീധരൻ്റെ കണക്കുകൂട്ടലുകൾ വളരെ കൃത്യമായിരുന്നു. ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഒരു വിഭാഗം വോട്ട് തനിക്കും BJPക്കുമായി പോകുന്നു. ക്രൈസ്തവ സമുദായത്തിൻ്റെയും ഇസ്ലാം സമുദായത്തിൻ്റെയും അങ്ങനെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടും കോൺഗ്രസിന് ലഭിക്കുന്നു. അതോടുകൂടി മുരളീധരൻ വിജയിക്കുന്നു. പക്ഷേ ജനം വിധിയെഴുതിയതിൽ ചെറിയ മാറ്റമുണ്ടായി. ഭൂരിപക്ഷ വോട്ടുകളുടെ ഒരു വിഭാഗം കൂടുതൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായി പോവുകയും ക്രൈസ്തവ വോട്ടുകളിൽ 4 മുതൽ 6 വരെ ശതമാനം വോട്ടുകൾ സുരേഷ് ഗോപിക്ക് അനുകൂലമായി മാറുകയും ചെയ്തതോടുകൂടി സുരേഷ് ഗോപി അവിടെ വിജയിക്കുകയായിരുന്നു. പിന്നീട് BJP വിരുദ്ധ വോട്ടുകൾ ആർക്ക് കൊടുക്കണമെന്ന സംശയത്തിലായി വോട്ടർമാർ. കെ മുരളീധരനും സുനിൽകുമാറും ഒപ്പത്തിനൊപ്പം ശക്തരാണ് എന്ന ബോധ്യത്തിൻ്റെ പുറത്ത് ആ വോട്ടുകളും ഭിന്നിച്ചുപോയി. അതോടുകൂടി കെ മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. എന്നാൽ അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ തോൽവിയുടെ കാരണമെന്നും പറയുന്ന കോൺഗ്രസ്സുകാരുണ്ട്. പരാജയത്തിന് തൊട്ടു പിന്നാലെ തൃശ്ശൂർ DCCയിലുണ്ടായ തമ്മിലടിയുടെ കാരണവും അത്തരത്തിൽ കെ മുരളീധരനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി കോൺഗ്രസിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ പരാജയപ്പെടുത്തുവാൻ പലരും ശ്രമിച്ചു എന്നതിൻ്റെ ബാക്കിപത്രമാണ്. എന്തായാലും ഇപ്പോൾ കെ മുരളീധരനെ ആ പഴയ പ്രൗഢിയിലേക്ക് എത്തിക്കണമെന്ന ആവശ്യവുമായി എത്തിയിരിക്കുകയാണ് ഒരു വിഭാഗം അണികൾ. കെ മുരളീധരൻ KPCCയുടെ അധ്യക്ഷ പദവിയിലിരുന്ന കാലത്ത് കോൺഗ്രസിന് സുവർണ കാലഘട്ടങ്ങളായിരുന്നു. അത് ചിട്ടയാർന്ന് മുൻപോട്ട് പോയ കാലം തന്നെയായിരുന്നു. കെ സുധാകരൻ KPCCയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുവാൻ എത്തുന്ന സമയത്ത് കേഡർ സംവിധാനത്തിലൂടെ പാർട്ടിയെ മുൻപോട്ട് നയിക്കുമെന്ന് പറഞ്ഞുവെങ്കിലും കാര്യമായ രീതിയിൽ അത് മുൻപോട്ട് കൊണ്ടുപോകാൻ കെ സുധാകരനും സാധിച്ചില്ല. അങ്ങനെ ഹൈക്കമാൻഡിൽ നിന്ന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് KPCC അധ്യക്ഷ പദവിയിൽ നിന്നും പിൻവലിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഒടുവിൽ കെ സുധാകരൻ്റെ കടുത്ത വാശിക്ക് പുറത്ത് KPCC അധ്യക്ഷനായി തന്നെ വീണ്ടും തുടരുവാൻ അനുവദിക്കുന്നു. ഇപ്പോൾ കെ മുരളീധരന് വേണ്ടി KPCC അധ്യക്ഷ സ്ഥാനം വിട്ടുകൊടുക്കുവാൻ താൻ തയ്യാറാണെന്ന് കെ സുധാകരൻ പറയുന്നതോടുകൂടി കെ മുരളീധരൻ KPCCയുടെ അധ്യക്ഷനാകുവാനുള്ള സാധ്യത ഏറെയാണ്. എങ്കിലും തങ്ങളുടെ ഭാഗത്തു നിന്നുകൂടി തങ്ങളുടെ നേതാവിനെ KPCCയുടെ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പഴയ പ്രൗഢഗംഭീരമാർന്ന നാളുകളിലേക്ക് കോൺഗ്രസിനെ എത്തിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് ഇപ്പോൾ DCCയിലും KPCCയിലുമൊക്കെ നോട്ടീസുകൾ ഉയർന്നിരിക്കുന്നത്. തിരുവനന്തപുരത്ത് KPCCയിലും DCCയിലും അങ്ങനെ പലയിടങ്ങളിലായി കെ മുരളീധരന് വേണ്ടി പോസ്റ്റർ ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുകയാണ്. KPCC DCC ഓഫീസുകളാണ് പോസ്റ്റർ പതിപ്പിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങൾ.
മുരളീധരൻ നേരത്തെ മത്സരിച്ചിരുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിലും നിരവധി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നയിക്കാൻ നായകൻ വരട്ടെ എന്ന തലക്കെട്ടിലാണ് പോസ്റ്ററുകൾ. കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിലാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. പാർട്ടിയെ നയിക്കാൻ മുരളീധരൻ എത്തണം എന്നതാണ് പോസ്റ്ററിലെ ആവശ്യം. തൃശ്ശൂരിലുണ്ടായ കടുത്ത പരാജയത്തിന് പിന്നാലെ പൊതുപ്രവർത്തനത്തിൽ നിന്ന് താൽക്കാലികമായി വിട്ടുനിൽക്കുന്നുവെന്ന് മുരളീധരൻ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ മുരളീധരനെ അനുനയിപ്പിക്കുവാൻ ദേശീയ നേതൃത്വം അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു എന്നാണ് സൂചന. മുരളീധരൻ ഇന്ന് ഡൽഹിയിലേക്ക് പോവുകയാണ്. എന്നാൽ MP ക്വാർട്ടേഴ്സ് ഒഴിയാനെന്നാണ് യാത്രയെക്കുറിച്ച് നൽകുന്ന വിശദീകരണം. നേതൃത്വത്തെ കാണുന്നതിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നും അദ്ദേഹം അറിയിക്കുകയും ചെയ്യുന്നു. അതായത് മുരളീധരൻ തൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുവാൻ തയ്യാറെടുക്കുമ്പോൾ ഇനി പാർട്ടിയുടെ ഔദ്യോഗികപരമായ പദവിയിലോ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലോ താൻ ഉണ്ടാകില്ല എന്ന് ഏറ്റുപറയുമ്പോഴും ദേശീയ നേതൃത്വവും ഒപ്പം കെ മുരളീധരനെ സ്നേഹിക്കുന്നവരും അദ്ദേഹം KPCC അധ്യക്ഷനായി വരണമെന്നാഗ്രഹിക്കുന്നവരും അദ്ദേഹം പൊതുപ്രവർത്തനം വിടരുത് എന്ന് തുറന്നു പറയുകയാണ്. അതിന് ചിലർ നോട്ടീസ് ഉപയോഗപ്പെടുത്തുന്നു, മറ്റ് ചിലർ ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുവാനും ശ്രമിക്കുന്നു. രാഷ്ട്രീയ കേരളത്തിൽ ഇനി KPCCയുടെ അധ്യക്ഷ പദവിയിലേക്ക് കെ മുരളീധരൻ എത്തുമോ എന്ന് മാത്രമാണ് അറിയേണ്ടത്.